അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു ഷൈജു റോസ്മല. ഇതാണ് ഷൈജു റോസ്മല. ഒരു നല്ല കലാകാരനാണ്. ഈ റോസ്മല എന്ന് പറയുന്നത് സ്ഥലമാണല്ലേ, സ്ഥലപ്പേരാണ്. റോസ്മല എന്ന് പറയുന്നത് ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. ആ, തെന്മല ഇക്കോ ടൂറിസത്തിൽ പെടുത്തിയിരിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ്. ആ, ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു വെറും ഗ്രാമം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുഗ്രാമമാണ്. പക്ഷെ കാണാൻ നല്ല മനോഹരമാണ്, എന്നെ പോലെ തന്നെ സുന്ദരമാണ്. സുന്ദരമാണ്, അതാണ്. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പെർഫോമൻസുകൾ? എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? കുറച്ച് സിനിമാ താരങ്ങൾ, പിന്നെ നമ്മുടെ കേരളത്തിന്റെ കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതുമായ മുഖ്യമന്ത്രിമാർ, അവരുടെ ശബ്ദമാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ ശബ്ദം മാത്രം ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ വല്ല പക്ഷിയുടെയും കോഴിയുടെ ഒക്കെ ശബ്ദമൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പ്രചോദനം കൊണ്ടൊരു 2 സൗണ്ട് ഞാൻ പഠിച്ചു. അപ്പോൾ ഫസ്റ്റില് തുർക്കിന്ന് കൊണ്ടുവന്ന ടർക്കി കോഴി, അതാണല്ലോ നമ്മളിവിടുത്തെ ടർക്കി കോഴി. അപ്പോൾ ആദ്യം ഈ ടർക്കി കോഴിയുടെ ഒരു ശബ്ദമാണ്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് വേറൊരു സൗണ്ടാണ്. എപ്പോഴൊന്നും ഇല്ല കേട്ടാ. അപ്പൊ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? വ്യക്തികളുടെ അനുകരണമാണ് ചെയ്യുന്നത്. ചില സിനിമാ താരങ്ങൾ പഴയത് മുതൽ ഇന്ന് വരെയുള്ള മുഖ്യമന്ത്രിമാർക്കുള്ള ശബ്ദമാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനാണോ? കത്താണോ? റോസ്മലന്ന് കൊണ്ടുവന്ന കത്ത് എനിക്കാണോ? ഓക്കെ. ഇതെന്തത്? ലിസ്റ്റാണോ? ചെയ്യാൻ പോണ ആൾക്കാരുടെ ലിസ്റ്റാണോ? ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കുള്ള ലിസ്റ്റാണ്, അല്ല കടയിലെ ലിസ്റ്റ് അല്ല, എന്റെ കല്യാണക്കുറി അല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ഓർമ്മിപ്പിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പോ നമ്മുടെ ഷൈജു റോസ്മല ചേട്ടൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇന്ദ്രൻസ്. പുലിക്കോടനും തോമാച്ചായനും കൂടി സിനിമാ കൊട്ടക കടന്ന് പൊരിഞ്ഞാടി. ആഹാ ആഹാ, ഒടുക്കത്തെ തോമാച്ചന്റെ ഉടുമുണ്ടൊരിഞ്ഞ് പുലിക്കോടന്റെ തലയിലിട്ടുള്ള അടി കണ്ട് ഞാൻ രോമാഞ്ചം കൊണ്ടു. ആഹാ, കാണേണ്ട കാഴ്ചയായിരുന്നു. വരട്ടെ, ഞാൻ പോട്ടെ. ഓക്കെ, അടുത്തതായിട്ട് ഫിലോമിന. എന്റെ ബാലകൃഷ്ണ, ആരപ്പുറം അച്ചപ്പടം നിന്റെ കളിയും നിന്റെ വിളിച്ചിട്ട് എൻ്റെ അടുത്തെടുത്തിട്ടല്ലോ അടിച്ചിട്ട് പല്ലിഞ്ഞ പറിക്കും. ഒന്നിറങ്ങി പോർച്ചൊക്കെ കൊടുക്കും. ഓക്കെ, അടിപൊളി അടിപൊളി. യെസ്, ഇനി നമ്മുടെ ലിസ്റ്റ് പ്രകാരം അടുത്തത് MS തൃപ്പൂണിത്തുറ. ഗുഡ് ഗുഡ്. യെസ്, ഇനി അടുത്തത് സിദ്ദിഖ്. ആക്ടർ സിദ്ദിഖ് ആണോ സംവിധായകൻ സിദ്ദിഖ് ആണോ? ആക്ടർ സിദ്ദിഖിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതല്ല അടിപൊളി. അവൻ കാർത്തികയാണ്. നാളൊരു കാലത്ത് ഞാൻ അവന്റെ വിഴുപ്പാണ് ചുമക്കുന്നത്. അവൻ പാടി നടന്നാൽ 2 കാതും പൊത്തി നടക്കാൻ ഞാൻ വെറും പുണ്യാളനൊന്നുമല്ല. അടിപൊളി, ഒരു കുഴപ്പമില്ല, കൊടുകൈ, അതാണ്. ഓക്കെ, അടുത്തത് ലാലു അലക്സ്. എനിക്കറിയാമല്ലിട്ട് ചോദിക്കുക, താൻ ഇന്ത്യക്കാരനോ അതോ പാകിസ്ഥാൻകാരനോ? ഒരു ഇന്ത്യക്കാരനോട് ചെയ്യുന്ന ചെയ്തലിട്ട് ചോദിച്ചു പോയതാ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിന്റെ ശത്രുവല്ലോ ആയിരുന്നോടാ. അടിപൊളി, താങ്ക് യു. ഇനി അടുത്തത് ഇതിനൊക്കെ പോയി നമ്മളിപ്പോ കുറെ കോമഡിയൻസ് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ശബ്ദമൊക്കെ കേട്ട് ഇതൊക്കെ അവിടെ നിന്നൊക്കെ മാറിയിട്ട് നേരെ ഇനി ദുൽഖർ സൽമാനിലേക്കാണ്. പോരട്ടെ. അതെടാ, ഞങ്ങള് തെരുവട്ടിയ കുടമളി, പക്ഷെ തമ്മി കൂറുണ്ട്. പിന്നെ നീ പറഞ്ഞ എറണാകുളം സിറ്റി, അതിന് വലിയ ബലമൊന്നുമില്ല. അതിരിക്കുന്നതേ ഞങ്ങളുടെ കമ്മട്ടിപ്പാടം ചതുപ്പില്ല. എന്നാ പിന്നെ ഞാൻ വരട്ടെ. അടിപൊളി, സൂപ്പറാണ്, സൂപ്പർ. അപ്പൊ ഇനി അങ്ങോട്ട് സിനിമാ താരങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിമാർ, നേരത്തെ ഉണ്ടായിരുന്നവർ തൊട്ട മുഖ്യമന്ത്രിമാരുടെ ശബ്ദമാണ് അനുകരിക്കാൻ പോകുന്നത്. ആരൊക്കെയാണ് ഉള്ളത്? ശ്രീ കെ നാരായണ സാർ. ശരി, എനിക്ക് പറഞ്ഞപ്പോഴേ മനസ്സിലായി. എനിക്കിട്ടൊന്ന് താങ്ങിയ മറ്റേ പാട്ടിയ റൈറ്റ് മറ്റെടുത്ത് വെച്ച് കാണാം. എന്തു പറയുന്നു?
ഓക്കെ യെസ് ഇനി അടുത്താരാ? പിന്നീട് വന്നത് ശ്രീ കരുണാകരൻ സാറായിരുന്നു. ആ കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് വേണ്ടി ഞാൻ സോണിയാജിയും കൂടി ഡൽഹിയിൽ വെച്ചൊരു ചർച്ച വെച്ചിട്ടുണ്ട്. വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖച്ച തീർച്ചയായിട്ടും മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഗുഡ് ഗുഡ്. അടുത്തതായി ശ്രീ ആന്റണി സാറായിരുന്നു. ആ ഒരു പടി ചെയ്യത് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുമ്പോഴാണ് വിളിച്ച് ഡൽഹിയിലൊരു തേരത്തതു പ്രതിരോധം. തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട ഒരു കവചകുണ്ടലം നഷ്ടപ്പെട്ട ആളുടെ പേര് ഞാൻ മറന്നുപോയി. അത് ഒരു അവസ്ഥയാണ് എനിക്ക് പറ്റിയത്. ഓക്കെ ഇനി അടുത്തതാരാണ്? ആന്റണി സാർ അടുത്തതായി കഴിഞ്ഞിട്ട് ശ്രീ വി എസ് അച്യുതാനന്ദൻ സാർ. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവരാദ്യം തന്നെ എന്നെ ശരിയാക്കി ഒരു മൂലയിലിരുത്തിയില്ലേ. തേച്ചില്ലേ പെണ്ണെ, തേച്ചില്ലേ എന്നെ, തേപ്പ് പൊട്ടി പോലെ തേച്ചില്ലേ എന്നെ. ഗുഡ് 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 ഗുഡ്. അടുത്തതായി വന്നത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി sir. സാറായിരുന്നു. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം ബഹുദൂരം എന്ന ഒരു ലേബലിലിട്ട് ഞാനൊന്ന് പിടിച്ചു നോക്കിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്നാ ആരെങ്കിലും വല്ലതും പറഞ്ഞായിരുന്നു? അസുഖം വല്ലതും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഈ സോളാർ പാനൽ തട്ടി ഞാനൊന്ന് വീണു. ഓ ഇനി ഒരു അവസരം തന്നു കഴിഞ്ഞാൽ ഇത്തിരി ദൂരം ഒത്തിരി നേരം എന്നൊരു ക്യാപ്ഷനിൽ ഞാനൊന്ന് പിടിക്കുന്നതായിരിക്കും. എന്ത് പറയുന്നു? വെരി ഗുഡ്, നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. താങ്ക് യു. അപ്പൊ ഇനി പിടിക്കല്ലേ നമ്മുടെ മുഖ്യനെ ശ്രീ പിണറായി വിജയൻ പോരട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവക്കാരനാണ്. എനിക്ക് ഒന്നും തന്നെ ഒളിച്ചു വെക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ മാധ്യമങ്ങളോട് പറയുന്നത് കടക്ക് പുറത്ത്. ആ സൂപ്പർ സൂപ്പർ, നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കാം. ഉല്ലാസേട്ടാ. ഷൈജു തകർത്തു, സൂപ്പറായിരുന്നു. താങ്ക് യു. ഇനി റോസ്മല അറിയപ്പെടുന്നത് ഷൈജുവിന്റെ പേരിലായിരിക്കും. അങ്ങനെ താങ്ക് ആവട്ടെ. യു. താങ്ക് യു. റോസ്മലയുടെ അഭിമാനമായിട്ട് ഇനി ഷൈജു വളരാൻ പോവുകയാണ്. താങ്ക് യു. എന്തായാലും കാണിച്ചതെല്ലാം ചെയ്ത പരിപാടികളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു അഭിപ്രായമുള്ളൂ, പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി എല്ലാം ദൈവം തരും. ഷൈജു അടിപൊളി. താങ്ക് യു. താങ്ക് യു. നെൽസേട്ടാ. അവതരിപ്പിച്ച ശൈലി എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒരു കോമഡി കറക്റ്റ്, നല്ല ആരും ചിരിക്കുന്ന, ആർക്കും ഒരു നിഷ്കളങ്കത തോന്നുന്ന, ആരെയും ചിരിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ്. താങ്ക് യു. അപ്പോൾ ആ ശൈലി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ പറയുന്നതിന് കുറച്ചുകൂടെ പെർഫെക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അത് പ്രാക്ടീസിൻ്റെ പിന്നെ ഫലമായിട്ട് ഉണ്ടാവും. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പൊ ഹാപ്പി അല്ലേ? വളരെ ഹാപ്പി. റോസ്മലയിൽ എല്ലാവരോടും നമ്മുടെ അന്വേഷണം അറിയിക്കുക. നന്ദി, വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.